കർണാടകയിൽ വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പോലീസ് എൻകൗണ്ടറിൽ കൊലപ്പെടുത്തി. കേസിൽ പ്രതിയായ റിതേഷ് കുമാറിനെ വെടിവെച്ചു കൊന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ അന്നപൂർണയാണ് താരം. ഇൻസ്പെക്ടർ അന്നപൂർണയ്ക്ക് അഭിനന്ദന പ്രവാഹവുമാണ്. എന്നാലും സംഭവത്തിൽ ഔദ്യോഗിക അന്വേഷണത്തിന് സർക്കാർ തിങ്കളാഴ്ച ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിയായ ബീഹാറിൽ നിന്നുള്ള 35 വയസ്സുള്ള റിതേഷ് കുമാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് വെടിയുതിർത്തത്. അതും സ്വയം പ്രതിരോധത്തിനായി. പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ വെച്ച് പിന്നീട് മരിക്കുകയായിരുന്നു. സംഭവം അന്വേഷിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ ശേഷം വസ്തുതകൾ പുറത്തുവരുമെന്നും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു. കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയ ആശങ്കകൾക്ക് ഈയൊരു ഏറ്റുമുട്ടൽ കാരണമായിട്ടുണ്ട്. നയപരമായ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തൊഴിൽ മന്ത്രി സന്തോഷ് ലാഡുവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും സംസ്കാരം മനസ്സിലാക്കുന്നില്ല എന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായും പറയുന്നു. കുടിയേറ്റക്കാർക്കെതിരെ നിരീക്ഷണം നടത്താനും ഷിവ്മോഗയിൽ അനധികൃത ക്വാറികളിലോ നിർമ്മാണ സ്ഥലങ്ങളിലോ അത്തരം തൊഴിലാളികളുണ്ടെങ്കിൽ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം നിയന്ത്രണം ഉറപ്പുവരുത്താനും വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിയായ റിതേഷ് കുമാർ താമസിച്ചിരുന്ന വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഏറ്റുമുട്ടൽ നടന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് പ്രതി പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. അയാൾ പോലീസ് വാഹനത്തിനും പോലീസിനും നേരെ കല്ലെറിയാൻ ശ്രമിച്ചു. തുടർന്ന് ഓടാനും തുടങ്ങി. ആ സമയത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ അന്നപൂർണ ആകാശത്തേക്ക് മുന്നറിയിപ്പ് വെടിയുതിർക്കുകയും പ്രതിയോട് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രതി ആക്രമണം നിർത്തിയില്ല. തുടർന്നാണ് വെടിയുതിർത്തത്. ഹുബ്ബള്ളി ധാർവാഡ് പോലീസ് കമ്മീഷണർ എൻ ശിവകുമാർ പറഞ്ഞു, ആക്രമണത്തിൽ അന്നപൂർണയ്ക്കും മറ്റ് 2 പോലീസുകാരുമായ യശ്വന്ത് വീരേഷ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൊപ്പൽ സ്വദേശിയായ 5 വയസ്സുകാരിയെ റിതേഷ് കുമാർ പ്രലോഭിച്ച് അമ്മ ജോലി ചെയ്യുന്ന ഒരു നിർമ്മാണ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. പെൺകുട്ടിയെ പ്രതി കൊണ്ടുപോകുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. പെൺകുട്ടിയെ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി നിലവിളിച്ചപ്പോൾ പ്രകോപിതനായ പ്രതി കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ശബ്ദം കേട്ട് നാട്ടുകാർ ഷെഡിലേക്ക് ഓടിക്കയറിയ സമയം പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് റിതേഷ് കുമാർ കുറ്റസമ്മതം നടത്തിയത്. എന്നാൽ ഇയാൾ തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തെറ്റായിട്ടാണ് പോലീസിന് നൽകിയത്. പോക്സോ നിയമപ്രകാരം കൊലപാതക കുറ്റത്തിനും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഹുബ്ബള്ളിയിലെ ഈ ഒരു കേസിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അന്നപൂർണയുടെ നടപടിക്ക് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതി ശുപാർശ ചെയ്യുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കർ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ അന്നപൂർണയ്ക്ക് പരമോന്നത ബഹുമതി നൽകാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയ്ക്കും ശുപാർശ ചെയ്യുമെന്നും ഒപ്പം ഉദ്യോഗസ്ഥരുടെ ധീരതയ്ക്ക് മന്ത്രി വ്യക്തിപരവുമായി അഭിനന്ദനം അറിയിച്ചു. ഹീനമായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് ഹെബ്ബാൾക്കർ ഊന്നി പറഞ്ഞു. ഇരകൾ നീതി അർഹിക്കുന്നു. PSI അന്നപൂർണയുടെ ധൈര്യവും നിർണായക നടപടിയും എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം. റാണി ചെന്നമ്മ അവാർഡ് അസാധാരണ സ്ത്രീകളെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് സാധാരണയായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകാറില്ല. അല്ലായിരുന്നുവെങ്കിൽ PSI അന്നപൂർണ ഒരു പ്രധാന സ്ഥാനാർത്ഥിയാകുമായിരുന്നുവെന്നും മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് വ്യാപകമായ പ്രശംസ നേടിയ PSI അന്നപൂർണ ബലഗാവി ജില്ലയിലെ മുദലഗി താലൂക്കിലെ ഗുജനട്ടി സ്വദേശിയാണ്. രംഗപ്പയുടെയും കെഞ്ചബ മുക്കണ്ണാവറിന്റെയും 9ാമത്തെ കുട്ടിയായ അന്നപൂർണ ഗുജനട്ടിയിൽ പ്രാഥമിക വിദ്യാഭ്യാസവും ധർമ്മട്ടിയിൽ ഹൈസ്കൂളും ഗോക്കലിൽ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. തുടർന്ന് ധാർവാഡിൽ നിന്ന് കൃഷിയിൽ BSc ബിരുദവും ബംഗളൂരിൽ നിന്ന് കൃഷിയിൽ MScയും നേടി.